ഓം നമോ ഭഗവതേ സായീശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. അദ്ഭുത ബാലൻ. വിഭു തൻ്റെ സാന്നിധ്യവും ദിവ്യതയും അറിയിക്കാനായി ലീലകളാടുന്നു. അല്ലെങ്കിൽ എങ്ങനെ ഈശ്വരമഹിമ മാനവന് അറിയാനാകും? ഒരിക്കൽ ചിത്രാവതി തീരത്ത് ഒരു ദിവ്യ നാടകം അരങ്ങേറി. ഉത്തര മൺസൂൺ കാലം. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം, പെയ്യാതിരിക്കാം. വെങ്കമ്മയ്ക്ക് ചെറിയൊരു വീട് പണിയാനുള്ള ശ്രമത്തിലാണ് വീട്ടുകാർ. മണ്ണ് കുഴച്ച് വേവിച്ച് ഇഷ്ടികയുണ്ടാക്കിയാണ് വീട് നിർമ്മാണം. അന്ന് നല്ല വെയിലുണ്ടായിരുന്നു. പണിക്കാർ ഇഷ്ടികകൾ ഉണ്ടാക്കി. പച്ച ഇഷ്ടിക ഉടവ് തട്ടാതെ അവർ നിരത്തി വെച്ചു. അപ്രതീക്ഷിതമായി ആകാശത്ത് കാർമേഘം ഉരുണ്ടുകൂടി. ശക്തമായൊരു മഴയ്ക്കുള്ള വട്ടം കൂട്ടൽ. വീട്ടുകാർ വല്ലാതായിപ്പോയി. പച്ച ഇഷ്ടിക പിടിച്ചു വെച്ചതേയുള്ളൂ. ഇപ്പോൾ മഴ പെയ്താൽ നിമിഷങ്ങൾക്കകം അതൊരു ചെളിക്കൂനയായി മാറും. ഭഗവാനെ ചതിക്കല്ലേ. വെങ്കമ്മയും ഈശ്വരാമ്പയും നെഞ്ചുരുകി പ്രാർത്ഥിച്ചു. അപ്പോഴേക്കും ഒരു അയൽക്കാരൻ ഓടിയെത്തി. ഇങ്ങനെ വട്ടം കൂടി നിന്നിട്ട് എന്താകാനാ? വേഗം വരിൻ, നമുക്ക് ഓല കൊണ്ടുവന്ന് ഇഷ്ടിക മൂടാം. അയ്യോ, ഇതിനു മാത്രം ഓല എവിടുന്ന് കിട്ടും? ആരോ തിരക്കി. നോക്കാം, വേഗം വരൂ. അയാൾ ഓടി. പുറകെ മറ്റുള്ളവരും. ചിത്രാവതി നദീതീരത്തേക്കാണ് അയാൾ തിരിഞ്ഞത്. അവിടെ നിന്നും ആവശ്യത്തിനുള്ള ഓലകൾ സംഘടിപ്പിക്കാം. എല്ലാവരും നിരനിരയായി ഓടുകയായിരുന്നു. കുട്ടികളും കൂടി, കൂട്ടത്തിൽ കൊച്ചു സത്യനും. ആ ചെറിയ ജാഥ ചിത്രാവതിയിലേക്ക് ഇറങ്ങിയതേയുള്ളൂ. പെട്ടെന്ന് കൊച്ചു സത്യൻ നിന്നു. ആകാശം ഭീകരമായി ഉരുണ്ടു കഴിഞ്ഞു. ഏതു നിമിഷവും കനത്ത മഴ പെയ്യാം. അവർ ഓലയുമായി മടങ്ങി വരുമ്പോഴേക്കും ഉണ്ടാക്കി വെച്ച ഇഷ്ടിക ചെളിക്കൂനയാവും. സത്യൻ ഉടനെ വിളിച്ചു പറഞ്ഞു, നിൽക്കൂ. കൊച്ചു സത്യന്റെ ആജ്ഞ കേട്ട് എല്ലാവരും നിന്നുപോയി. എന്താണ്? ആർക്കും ഒന്നും മനസ്സിലായില്ല. കുഞ്ഞു സത്യൻ ചൂണ്ടുവിരൽ ആകാശത്തേക്ക് ചൂണ്ടി ആജ്ഞാശക്തിയോടെ പറഞ്ഞു, വെങ്കമ്മ, മാ വനരുത. വെങ്കമ്മ, ഇനി മഴ പെയ്യില്ല. എല്ലാവരും സ്തംഭിച്ചു പോയി. സത്യൻ അത് പറഞ്ഞ നിമിഷം ആകാശത്ത് മറ്റൊരു നാടകം അരങ്ങേറി. കൂട്ടം കൂടിയെത്തിയ കറുത്ത മഴമേഘങ്ങൾ ചിന്നിച്ചിതറി. വിഭുവിൻ്റെ സങ്കല്പം അറിഞ്ഞ് ഉടൻ അവ മറ്റൊരു ദിക്കിലേക്ക് യാത്ര തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ദ്വാപരയുഗത്തിൽ ഇന്ദ്രകോപം പെരുമഴയായി വൃന്ദാവനത്തെ പ്രളയത്തിലാഴ്ത്തുവാൻ ഒരിക്കൽ ഒരുമ്പെട്ടു. അപ്പോൾ കാറൊളിവർണ്ണൻ അന്ന് ഗിരിധര ഗോപാലനായി ഗോവർദ്ധന പർവ്വതം കുടയായി ചൂടി വ്രജത്തെ പരിപാലിച്ചു. അക്കഥ ദേവേന്ദ്രൻ മറന്നു കാണില്ല. ഇന്ന് ആ ചൂണ്ടുവിരൽ ഉയർന്നതും ഭഗവാന്റെ അതൃപ്തി ഭയന്ന് ഇന്ദ്രസേനയായ കാർമേഘങ്ങൾ സ്ഥലമൊഴിഞ്ഞു. സഹനം സർവ്വദുഃഖാനാം. സ്കൂളിലും അദ്ഭുതപാലനായിരുന്നു സത്യൻ. എന്ത് ചോദിച്ചാലും സത്യൻ നൽകും. അതുകൊണ്ട് തന്നെ കൂട്ടുകാർക്ക് ഏറെ പ്രിയങ്കരനായി. ചിലർക്ക് രസഗുള വേണം, ചിലർക്ക് വേണ്ടത് ലഡ്ഡു, മറ്റു ചിലർ ആ സമയം മൈസൂർ പാക്കിനോ കൽക്കണ്ടത്തിനോ ആഗ്രഹിക്കും. കൊച്ചു സത്യൻ കൈത്തലം 2 or 3 തവണ ചുഴറ്റുന്നത് കാണാം. അതോടെ കൈത്തലത്തിൽ വിചാരിക്കുന്നതൊക്കെ രൂപപ്പെടുകയായി. കൊച്ചു സത്യനെ അതൃപ്തിയോടെ കാണുന്ന സഹപാഠികളും ഉണ്ടായിരുന്നു. അസാധാരണമായ കഴിവുകളും വശ്യമായ പെരുമാറ്റവും സത്യനെ മുൻനിരയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ചിലരെങ്കിലും അസൂയാലുക്കളായി. അതിന് വേറെയും കാരണമുണ്ടായിരുന്നു. പഠിക്കാത്തവർക്കുള്ള ശിക്ഷ അന്ന് അടിയാണ്. അധ്യാപകൻ കൈവീശി വിദ്യാർത്ഥിയുടെ കവിളിൽ അടിക്കും. ചിലപ്പോൾ അധ്യാപകൻ ക്ലാസ്സിലെ മിടുക്കനായ വിദ്യാർത്ഥിക്ക് ആ ജോലി കൊടുക്കും. അധ്യാപകൻ ചെയ്യുന്നത് പോലെ അയാൾ സഹപാഠികളെ തല്ലണം. ഒരിക്കൽ അതിന് തിരഞ്ഞെടുത്ത് സത്യന് വലിയ വിഷമമായി. അവൻ്റെ കവിളിൽ അടിക്കൂ, അധ്യാപകൻ സത്യനോട് നിർദ്ദേശിച്ചു. സഹപാഠിയുടെ മൂക്കിൽ ഇടത് കൈകൊണ്ട് ബലമായി പിടിച്ച് വലതു കൈകൊണ്ട് ചെകിട്ടിൽ അടിക്കണം. ഇതാണ് ശിക്ഷണ രീതി. കൊച്ചു സത്യൻ സഹപാഠിയുടെ മൂക്കിൽ മൃദുവായി പിടിച്ചു. എന്നിട്ട് വലതു കരം കൊണ്ട് അതിലും മൃദുവായി അടിച്ചു. ശിക്ഷ നടപ്പിലാക്കുന്നത് നിരീക്ഷിച്ചുകൊണ്ട് അധ്യാപകൻ സമീപമുണ്ട്. സത്യൻ അടിക്കുന്ന രീതി കണ്ട് അധ്യാപകന് കോപം അടക്കാനായില്ല. സത്യ, അധ്യാപകൻ കോപത്തോടെ വിളിച്ചു. നിന്നോട് അവരുടെ കവിളിൽ മഞ്ഞൾ പുരട്ടി കൊടുക്കാനല്ല പറഞ്ഞത്, മനസ്സിലായോ? ദാ ഇങ്ങനെ വേണം അടിക്കാൻ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കോപത്തോടെ അധ്യാപകൻ സത്യന്റെ മൂക്കിൽ പിടിച്ചു. പിന്നീട് കവിളിൽ ശക്തിയായി പ്രഹരിക്കാനും തുടങ്ങി. സത്യൻ അതെല്ലാം നിശബ്ദം സഹിച്ചു. പള്ളിക്കൂടം വിട്ടുപോയപ്പോൾ മുതിർന്ന സഹപാഠികൾ സത്യനെ പിടികൂടി. തങ്ങളെ തല്ലിയതിൻ്റെ ദേഷ്യം തീർക്കാനായി ചിത്രാവതി തീരത്തിട്ട് വലിച്ചിഴച്ചു.
സത്യൻ പ്രതികരിച്ചില്ല, എല്ലാം സഹിച്ചു. മുഷിഞ്ഞ ഉടുപ്പുമായി എത്തിയ സത്യനോട് ഈശ്വരാംബ കാരണം തിരക്കി. താൻ ആക്രമിക്കപ്പെട്ട കാര്യം ബാലൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ചിത്രാവതി തീരത്തു നിന്നും അഴുക്കു പറ്റിയതാ. ആ മറുപടിയിൽ എല്ലാം കുട്ടി ഒതുക്കി. പുട്ടവർത്തിക്ക് അടുത്തുള്ള ബുക്കപട്ടണത്തിലും കൊത്തത്തെരുവിലും വല്ലപ്പോഴും സിനിമ വരാറുണ്ട്. ടൂറിംഗ് സിനിമ എന്നാണ് ഇതിനെ പറയുക. ടൂറിംഗ് സിനിമ വന്നാൽ ഗ്രാമങ്ങളിൽ ആഹ്ലാദ തിമിർപ്പാണ്. എങ്ങനെയെങ്കിലും കുറച്ച് പണം സ്വരൂപിച്ച് ഗ്രാമീണർ അത് കാണാൻ പോകും. പക്ഷേ സിനിമാ പ്രദർശനം സത്യനിൽ ചെറിയൊരു ചലനം പോലും സൃഷ്ടിച്ചില്ല. മാത്രമല്ല, അതിൽ അതൃപ്തനുമായിരുന്നു. പെദ്ദ വെങ്കപ്പരാജു സത്യന്റെ കളിക്കൂട്ടുകാരെ വിളിച്ചു പറയും, സത്യനെയും കൊണ്ടുപോയി സിനിമ കാണിക്ക്, നല്ല സിനിമയാ. കൊച്ചു സത്യന് സിനിമ എന്ന് കേൾക്കുന്നത് തന്നെ അതൃപ്തി. പ്രഹ്ലാദപ്രിയൻ. സത്യന്റെ ഭജന സംഘത്തെ ഗ്രാമീണർ കോവിലുകളിലേക്ക് ക്ഷണിക്കാറുണ്ട്. അവരുടെ ഭജന എല്ലാവരെയും ആകർഷിച്ചു. ഒരിക്കൽ സത്യന്റെ പണ്ഡരി ഭജന സംഘം പരിപാടിക്ക് പോയി. അന്ന് പാടിയത് പ്രഹ്ലാദന്റെ കഥയായിരുന്നു. ഹൃദയസ്പർശിയായ വിധം ഭക്തിസാന്ദ്രമായ ഭാവത്തോടെ സത്യൻ കഥ പറയാനും പാടാനും തുടങ്ങി. ഭക്തന്മാർ ഭഗവത് കഥാസുതയിൽ ലയിച്ചിരിക്കുന്നു. പ്രഹ്ലാദന്റെ പീഡനങ്ങൾ വർണ്ണിക്കുമ്പോൾ സത്യനാരായണനും വേദന കൊണ്ട് പുളയുന്നത് പോലെ എല്ലാവർക്കും തോന്നി. ആ വേദനയുടെ ഒരു അംശം കാണികളും അനുഭവിച്ചു. ഭഗവാൻ തന്നെ തൻ്റെ പ്രിയഭക്തന്റെ കഥ പറയുകയല്ലേ. കഥ തുടരുകയാണ്. പ്രഹ്ലാദകുമാരനെ ഹിരണ്യകശിപു വധിക്കാൻ ശ്രമിക്കുന്ന ഘട്ടമായി. ശ്രീനാരായണന് അടങ്ങിയിരിക്കാനാവാത്ത അവസ്ഥ. തൻ്റെ പ്രിയഭക്തനെ കൊല്ലാനൊരുങ്ങുന്ന അസുരന്റെ നേർക്ക് അവിടുന്ന് നരസിംഹാകൃതി പൂണ്ട് സ്തംഭത്തിൽ നിന്നും അലറി പുറത്തു ചാടുന്ന രംഗം സത്യൻ വർണ്ണിച്ചു തുടങ്ങി. ആ ഭാഗം പാടവേ സത്യനാരായണന്റെ കവിളുകൾ തുടുത്തു. പുരികക്കൊടികൾ അടക്കാനാവാത്ത കോപത്തിന്റെ പ്രതീകമെന്ന വണ്ണം വില്ലുപോലെ വളഞ്ഞു. നേത്രങ്ങൾ രക്തവർണമായി. പാടിക്കൊണ്ടിരുന്ന സത്യനാരായണൻ ഒരൊറ്റ അലർച്ച. വേദി നടുങ്ങി, സദസ്സും. സത്യൻ സിംഹം കണക്കെ വീണ്ടും അലറി. പലരും സത്യനെ കയറിപ്പിടിച്ചു. 8-10 മുതിർന്ന ആളുകൾ പിടിച്ചിട്ടും കൊച്ചു സത്യനെ നിയന്ത്രിക്കാനായില്ല. ഗ്രാമവാസികൾ ഭയചകിതരായി. തൻ്റെ പ്രിയഭക്തനായ പ്രഹ്ലാദകുമാരൻ തിരുനാമം ജപിക്കുന്നതിന് വേണ്ടി സഹിച്ച യാതനകൾ ഓർത്തപ്പോൾ വിഭു സകലതും മറന്നു. ഭക്തജനദ്രോഹം കണിക പോലും നിന്തിരിവടിക്ക് സഹിക്കാനാവില്ല. സത്യനാരായണന്റെ ഭാവാവേശം കണ്ട് പലരും ഭയന്നോടി. മറ്റു ചിലരാകട്ടെ ഉച്ചത്തിൽ നാമജപം തുടങ്ങി. അപ്പോഴേക്കും ആരോ കർപ്പൂരം കൊളുത്തി സത്യനാരായണന് ആരതി ഒഴിഞ്ഞു. തിരുനാമജപം തുടർന്നു. ക്രമേണ സത്യനാരായണൻ പൂർവാവസ്ഥയിലായി. ഗ്രാമത്തിൽ ഈ സംഭവം പിന്നീട് വളരെ ചർച്ച ചെയ്യപ്പെട്ടു. നാമസ്മരണ. കോളറ. സത്യന് 7 വയസ്സായ സമയം. പുട്ടപർത്തി ഗ്രാമത്തെ കോളറയും പ്ലേഗും പിലിച്ചുലച്ചു. ഗ്രാമീണർ ഭയന്ന് വിറച്ചു. അന്ന് പുട്ടപർത്തിയിലെ ജനസംഖ്യ 106. മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ വീട്ടിൽ നിന്നും പുറത്തിറക്കാതെയായി. സത്യനോടും പുറത്തു പോകരുതെന്ന് പിതാവ് പറഞ്ഞു. ചില കുട്ടികൾക്ക് സത്യനെ കാണാതിരിക്കാൻ വയ്യ. അവർ ഒളിച്ചു ഓടി സത്യനരികിൽ ചെന്നു. 6-8 വയസ്സുള്ള 12 കുട്ടികൾ. അവർ ഭയന്ന് വിറച്ച് ഭീകരമായ രോഗത്തെക്കുറിച്ച് വിവരിച്ചു. ഗ്രാമം മുഴുവനും വ്യാധിയിൽ ഒടുങ്ങിപ്പോകുമെന്നും ഭയപ്പെട്ടു. സത്യൻ പറഞ്ഞു, നാം എന്തൊക്കെ മുൻകരുതൽ എടുത്താലും ഇന്നല്ലെങ്കിൽ നാളെ ശരീരം നശിക്കും, അത് ഉറപ്പാണ്. അതിനാൽ മരണത്തെ ഓർത്ത് ഭയക്കണ്ട. സദാ ഈശ്വരനെ സ്മരിക്കുക, രോഗം വരാതെ ശ്രദ്ധിക്കുക. എങ്ങനെയാണ് ഈശ്വരനെ സ്മരിക്കുക? നിഷ്കളങ്കരായ കുട്ടികൾ തിരക്കി. വൈകുന്നേരം 6 മണിക്ക് ദീപം കൊളുത്തി ഈശ്വര മഹിമ പാടുക, സത്യൻ ഉപദേശിച്ചു. പക്ഷേ ഈശ്വരൻ എന്നാൽ എന്തെന്ന് പോലും അറിയാത്ത കുട്ടികൾ എങ്ങനെ ഈശ്വര മഹിമ കീർത്തിക്കും? സത്യൻ തന്നെ ഭജന ഉണ്ടാക്കി പാടി അവരെ പഠിപ്പിച്ചു. പാണ്ഡുരംഗന്റെ പാട്ടുപാടി ഗ്രാമത്തിന് പ്രദക്ഷിണം വയ്ക്കാൻ നേതൃത്വം നൽകി. അക്കാലത്ത് 5 മണി കഴിഞ്ഞാൽ സത്യഭാമാ ക്ഷേത്രത്തിനപ്പുറം ആരും പോകില്ല. സന്ധ്യയായാൽ പിന്നെ ദുർദേവതകളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകും എന്നാണ് അവരുടെ ഉറച്ച വിശ്വാസം. സത്യൻ പകർന്ന ധൈര്യത്തിൽ അവർ 5 മണിക്ക് ശേഷം ഭജന പാടി പ്രദക്ഷിണം ചെയ്തു. അതോടെ ദുർദേവതാ ഭീതി അകന്നു. 3 നാൾ കൊണ്ട് ഗ്രാമം കോളറയുടെയും പ്ലേഗിന്റെയും പിടിയിൽ നിന്ന് മുക്തമാവുകയും ചെയ്തു. തിരുനാമത്തിന്റെ ശക്തി ബാല്യത്തിലെ സത്യൻ ഗ്രാമീണർക്ക് തെളിയിച്ചു കൊടുത്തു. ഓം തത്സത്ത്.